ഹായ് ഗായ്സ്, എല്ലാവർക്കും മൂവി കാർഡിയാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പ്രശസ്ത നടൻ മോഹൻലാലും സംവിധായകൻ ജീത്തു ജോസഫും വീണ്ടും ഒന്നിക്കുന്നു ദൃശ്യം 3 എന്ന സിനിമയിലൂടെ. ചിത്രത്തെക്കുറിച്ചുള്ള നിരവധി അഭ്യൂഹങ്ങൾക്കൊടുവിൽ മോഹൻലാൽ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഒരു ശ്രദ്ധേയമായ ചിത്രം പങ്കുവച്ചു വാർത്ത സ്ഥിരീകരിച്ചു. ദൃശ്യം 2 എന്നീ ചിത്രങ്ങളുടെ വൻ വിജയത്തിനു ശേഷം മൂന്നാം ഭാഗം ഒരുക്കാൻ നിർമ്മാതാക്കൾ ഒരുങ്ങുന്നു. ആദ്യ 2 ഭാഗങ്ങളും നിരവധി ഭാഷകളിൽ റീമേക്ക് ചെയ്തിരുന്നു. ഫെബ്രുവരി 20-ന് മോഹൻലാൽ തന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ ജീത്തു ജോസഫിനും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനുമൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചിരുന്നു. ഭൂതകാലം ഒരിക്കലും നിശബ്ദത പാലിക്കുന്നില്ല. ജോർജ് കുട്ടിയുടെ കഥയിലെ പുതിയ അധ്യായം അറിയാനുള്ള ആകാംക്ഷ ആരാധകരിൽ വർദ്ധിപ്പിച്ചു. ക്രൈം ത്രില്ലർ ശൈലിയിൽ ഒരുക്കിയ ദൃശ്യം ഫ്രാഞ്ചൈസി വ്യാപകമായി പ്രശംസിക്കപ്പെട്ടു. ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, സിംഹള, ചൈനീസ് എന്നിവയുൾപ്പെടെ വിവിധ ഭാഷകളിൽ ഈ ചിത്രം പുനർനിർമ്മിക്കപ്പെട്ടു. മലയാള സിനിമയിലെ ഫ്രാഞ്ചൈസികളുടെ സ്വാധീനത്തെക്കുറിച്ച് മോഹൻലാൽ പ്രതികരിച്ചു. ദൃശ്യം സീരീസ് വ്യവസായത്തിന്റെ വ്യാപ്തിയും ജനപ്രീതിയും ഗണ്യമായി ഉയർത്തിയതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. COVID-19 പാൻഡമിക് സമയത്താണ് ദൃശ്യം 3 നിർമ്മിച്ചതെന്നും ഈ ഫ്രാഞ്ചൈസി രാജ്യവ്യാപകമായി ശ്രദ്ധ പിടിച്ചു പറ്റിയതിന്റെ കാര്യവും അദ്ദേഹം വിശദീകരിച്ചു. ഇന്ത്യയിലെ പ്രേക്ഷകർ കൂടുതൽ മലയാള സിനിമകൾ പര്യവേക്ഷണം ചെയ്യാൻ ആകർഷിതരാകുന്നതിൽ ദൃശ്യം സീരീസിന് വലിയ പങ്കുണ്ടെന്നും അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ വ്യവസായത്തിന്റെ ദൃശ്യപരത വർദ്ധിപ്പിച്ചതിന് ചിത്രം നന്ദിയുള്ളതാണെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു. അതേസമയം ജോലിസ്ഥലത്ത് മോഹൻലാൽ തന്റെ അടുത്ത ചിത്രമായ എമ്പുരാൻ എന്ന പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ റിലീസിനായി തയ്യാറെടുക്കുകയാണ്. ചിത്രം മാർച്ച് 27-നാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. ദൃശ്യം 3 എന്ന ഒരു ആവിഷ്കാരത്തെ എത്രയും അവലംബിക്കുന്നതാണ് ഈ ഒരു എഴുത്ത്. നമ്മൾക്ക് ദൃശ്യം 3 എന്ന അത്ഭുത സിനിമയ്ക്കായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ താഴെ രേഖപ്പെടുത്തുക. ഇങ്ങനെയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നവർ കൂടുതലും ഇത് കാണുക, മറ്റുള്ളവർക്ക് അയക്കുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.